അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം എല്ലാ മതവിഭാഗങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, മതപരമായി വളരെ വലിയ തോതിൽ തന്നെ പുറകോട്ട് പോയിരിക്കുക. സാധാരണ ജമാഅത്തിന് വന്നവരും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരുമെല്ലാം തന്നെ ഈ കൊറോണ കാലത്തോടുകൂടി ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുക. നമ്മൾ പള്ളിയിൽ പോയാൽ എന്താ കുഴപ്പം, പോയില്ലെങ്കിൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിശകലനം ചെയ്യാൻ തുടങ്ങി. വലിയൊരു വിഭാഗം പള്ളി സംബന്ധമായി അല്ലെങ്കിൽ നിസ്കാര സംബന്ധമായി ഇതൊക്കെ വീട്ടിൽ വെച്ച് മാത്രം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആരും പ്രത്യേകിച്ച് അവരെ ഉപദേശിക്കാനൊന്നും പോവില്ല. ചില പള്ളികളിലെ ഉസ്താദുമാർ ഇങ്ങനെ മതപരമായ വയത് പറയുന്നതിൻ്റെ കൂട്ടത്തിലോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവരെ മഹല്ലിലെ ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നേരിട്ട് വിളിച്ചൊക്കെ ചിലരോട് പറയും, നിങ്ങൾ സമയത്തിന് പള്ളിയിൽ വരണം എന്ന്. പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സ്വാഭാവികമായിട്ട് ചില മഹല്ല് കമ്മിറ്റിക്കാരുണ്ടാവും, അല്ലെ സമയത്തിന് പള്ളി പോകുന്ന തന്നെ ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാർ. ഇവർ നിസ്കാരം കഴിഞ്ഞാൽ ഈ പള്ളിയിൽ വരാത്ത ആൾക്കാരുണ്ടല്ലോ, അവരിൽ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ മെനയും. എന്താണെന്നറിയാം, നമ്മൾ അയമുട്ടിയില്ലേ, ഓന് നമുക്ക് കൊറോണേൻ്റെ മുമ്പേ പള്ളിയിൽ വന്നേനല്ലോ, ഇപ്പോൾ ഓനെ കാണുന്നില്ലല്ലോ, ഒരാൾ തുടങ്ങും. അപ്പോൾ ഇവർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ പിന്നെ നമുക്ക് അയാളൊന്ന് നേരിട്ട് കണ്ടിട്ട് അയാളൊന്ന് പള്ളിയിലേക്ക് വരുത്താനൊരു ഉപദേശം കൊടുത്താലോ എന്നുള്ള രൂപത്തിലല്ല ഇവരുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരാളിങ്ങനെ തുടങ്ങി വെക്കുമ്പോൾ മറ്റേ പറയും, ഓനിപ്പോൾ എവിടെയാ വരാൻ നേരോ, എന്താ സംഭവം, ഓനോ, അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ, ഓനിപ്പം ഭയങ്കര കോടീശ്വരനല്ലേ, ദുബായിൽ നിന്ന് സ്വർണം കൊണ്ടല്ല പണിയെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തെല്ലോ പെണ്ണുങ്ങളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്, വേറെ എന്താ എറണാകുളത്ത് നിന്ന് MDMA പിടിച്ച കേസിലല്ലോ എനിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ അങ്ങ് തുടങ്ങും ഓരോരുത്തർ. പക്ഷെ ഇവിടെ നമ്മൾ വളരെ രസകരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അയമുട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇവരെ കൂട്ടത്തിൽ പള്ളിയിലൊന്നും വന്നിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, ശരി തന്നെ, ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ നിസ്കരിച്ചിട്ടുണ്ടാവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഈ നിസ്കരിച്ചെന്ന് പറയുന്ന സൽസ്വഭാവികളുണ്ടല്ലോ, അവരെയൊക്കെ നിസ്കാരത്തിൻ്റെ ഫലം ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് കിട്ടുമല്ലോ, അതല്ലേ നമ്മളെ വിശ്വാസം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിക്കായ മനുഷ്യൻ ഒരു വിവരവും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരണം തേടണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വജ്തനിബു കസീറൻ മിനൽ വന്നി ഇന്ന ബഅ്ദൽ വന്നി ഇസ്മുൻ. നിങ്ങളുടെ ഊഹങ്ങൾ നിങ്ങൾ ഒഴിവാക്കിക്കോളി. ഊഹങ്ങൾ മൊത്തവും കുറ്റകരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലും പറയുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്തെ ഒരു സുഹൃത്തുണ്ടായിരുന്നൊരു ഉസ്താദ്, എൻ്റെ പരിചയക്കാരൻ, ഒന്നിച്ച് പഠിച്ച ആൾക്കാരെ ഞങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അയാളൊരു വീടൊക്കെ മേടിച്ച്. ഇപ്പം വീട്ടിൽ കൂടുതൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, എന്തായാലും നിങ്ങളൊന്ന് വീട്ടിലേക്ക് വരണം, നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്, ഒന്ന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് കണ്ടപ്പോൾ കുഴപ്പമില്ല, നല്ല വീട്, മലപ്പുറം കരുവാരക്കുണ്ടിലാണ്, നല്ല സെറ്റപ്പ് വീടാണ്. അപ്പം ഞാൻ ചോദിച്ചു എത്രയാ ഇനി വില ഒക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര വില കുറച്ചിട്ടാണ് അയാൾക്ക് കിട്ടിയത്. എന്താ കാരണം? അപ്പം പറഞ്ഞു, അതേ അവിടെ മുമ്പ് വേറൊരു ഉസ്താദ് താമസിച്ച തങ്ങൾ, അങ്ങനെയോ ഈ തങ്ങളടുത്ത് നിന്നാണ് ഇയാൾ ഈ വീട് മേടിക്കുന്നത്. അപ്പോൾ തങ്ങൾ വീട് കൊടുക്കാൻ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറേ കടവും പ്രയാസമെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത്. പക്ഷേ ഈ വീടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ് പ്രകാരം 1 കോടി ഉറുപ്പ്യേൻ്റെ മുകളിൽ വരും. ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന വെറും 55 ലക്ഷം ഉറുപ്പ്യക്കാണ്. അപ്പോൾ അത്തിരി സെറ്റപ്പിലുള്ള വീട് ഇങ്ങനെ കിട്ടിയെന്നുള്ളതിനെ പറ്റിയിട്ടേ നമ്മൾ വെറുതെ നേരം പോക്കിന് അന്വേഷിക്കുമല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ തങ്ങൾ താമസിച്ചേനും. ഞാൻ ചോദിച്ചു, തങ്ങൾക്ക് എന്തായാലും പണി? തങ്ങളെ ഈ പ്രശ്നമൊക്കെ തീർക്കുന്ന പണിയായിരുന്നു അയൽവക്കത്തുള്ളവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പ്രശ്നമായിരിക്കും അത് തീർത്തിട്ടുണ്ടാവുക. അപ്പം അത് ഈ തങ്ങളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഗൾഫിലേക്ക് ഹുക്ക ഉണ്ടാക്കിയിട്ട് കയറ്റി വിടുന്ന പരിപാടിയാണ്. ഈ ദുബൈയിലൊക്കെ ഈ അറബിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഹുക്ക വലിയുണ്ടല്ലോ അവർക്ക്. നമ്മളിവിടെ സിഗരറ്റ് വലിക്കുന്നതിന് പകരം ഒരു പൈപ്പ് കണ്ടിട്ടില്ലേ, ആ പൈപ്പ് കത്തിച്ചിട്ട് അതിനകത്ത് ഹുക്ക എന്ന് പറയുന്നത്. അത് കയറ്റി വിടുന്ന പരിപാടിയാണ് തങ്ങൾക്ക്. അതിനയാൾക്ക് കൊച്ചിയിലും കോഴിക്കോടിലും ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാദ്യം വിചാരിച്ച് ഈ പ്രശ്നം തീർക്കുന്ന പണിയെന്ന് കേട്ടപ്പോൾ നമ്മൾ ഈ തങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ ഈ ചികിത്സേൻ്റെ ഒക്കെ പണിയെടുക്കുന്നത്, അങ്ങനെയായിരിക്കാൻ ഞാൻ വിചാരിച്ചത്. എന്തായാലും തങ്ങളെ കണ്ടെത്തിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ഈ ഓരോന്നിനെ പറ്റിയൊന്നും ഇവരെ അഭിപ്രായങ്ങളെല്ലാം ആദ്യം വീട്ടിൽ നിന്ന് കേട്ടു. പിന്നെ അതേ ഭയങ്കര സൂക്ഷിക്കണം, പ്രശ്നം തീർക്കുന്ന ആളാ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാക്കാനോട് ഇവിടെ മുമ്പ് ഒരു തങ്ങൾ താമസിച്ചിരുന്നല്ലോ. തങ്ങളോ? അയാൾ ഭയങ്കര സിഹിറിൻ്റെ പണിക്കാരനാണ്. ഒരാൾ അയാൾ വിചാരിച്ചിട്ടുണ്ട് കൊല്ലും. അയാളെപ്പറ്റി നിങ്ങളെന്താ കരുതിയേ? അങ്ങനെയായി. പിന്നെ വെറുതെ അവർക്ക് പള്ളിയിൽ പോയ സമയത്തെ അവിടുത്തെ പ്രസിഡൻറ്റിനെ കണ്ട് നമ്മൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന തങ്ങളുണ്ടല്ലോ. അയാളോ? അയാൾ ഭയങ്കര സുജായിയാണേ, ഭയങ്കര ചികിത്സയൊക്കെ കൊണ്ടേ ഇട്ടുള്ള പെണ്ണുങ്ങന്മാരെ തേച്ചും വശീകരിച്ചെടുക്കല അയാൾക്ക് പണി. അപ്പം ഇത്തിരിയൊക്കെ കേട്ടപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കമ്മിറ്റീൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. പിന്നെ അസർക്ക് ഞാനൊരു ദിവസം പുള്ള അവിടെ നിന്ന് കേട്ടോ, ഇയാളെ എൻ്റെ സുഹൃത്തിൻ്റെ കൂട്ടത്തിലേ. അപ്പോൾ അസർക്ക് പള്ളിയിൽ പോയപ്പോൾ ഉണ്ട് ഒരു മാഷ്, റിട്ടയർഡാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അവിടെ വീട്ടിലിങ്ങനെ തങ്ങൾ താമസിച്ചിരുന്നല്ലോ, അയാളെപ്പറ്റി എന്താ അയാളിങ്ങനെ ഒഴിവായി പോകാൻ കാരണം? അയാൾക്ക് നമ്മളെ നാടുമായിട്ടൊന്നും തീരെ സഹകരണമൊന്നുമില്ല. കാരണം രാവിലെ അയാൾ പോകും, വൈകുന്നേരം വരിക. എന്തിനാ വരികയും പോവുകയും ചെയ്യുന്നത്? അത് അയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന പണിയുണ്ടല്ലോ. അപ്പോൾ ഈ ഇസ്മിൻ്റെ പണിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാൾ രാവിലെ എണീച്ചിട്ട് പോകും, വൈകുന്നേരം വരിക. വലിയൊരു കാറുണ്ട്, ആ കാറും കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അയാൾ ഇതുവരെ പകലിവിടെ ഉണ്ടായാലേ ഇല്ല എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എപ്പോഴെങ്കിലും ഉണ്ടാവും.
അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളാരെങ്കിലും അയാളെടുത്ത് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പോയി? ഇല്ല, ഞങ്ങളുടെ നാട്ടുകാരൊന്നും അയാളെടുത്ത് പോവില്ല. അപ്പോൾ പിന്നെ അയാൾ ഇങ്ങനെ പരക്കെ പുറമേ നിന്നാണ് അയാൾ ആളൊക്കെ വെത്തും പോക്കൊക്കെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതിനെപ്പറ്റി എന്തായാലും ഈ തങ്ങളൊന്ന് കാണണം, എനിക്കും ഉണ്ട് കുറച്ച് പ്രശ്നങ്ങൾ എന്നൊക്കെ കരുതിയിട്ടേ ഈ ഏതായാലും ഇയാൾ ഇവിടുന്ന് വീട് വിറ്റ് പോയതാണല്ലോ, ഇയാൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇയാളവിടെ വീടെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്കാണ് പോയത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ തങ്ങളടുത്തേക്ക് ഇയാളെയും കൂട്ടിയിട്ട് തന്നെ, അത് എൻ്റെ സുഹൃത്ത് ഉസ്താദ് ഉണ്ടല്ലോ, അയാൾ ഞാനും കൂടി തങ്ങളടുത്തേക്ക് പോയി. തങ്ങളടുത്ത് ചെന്നപ്പോൾ അയാൾ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് രാവിലെ പോയിന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്ന് കോഴിക്കോടും പോകാൻ തങ്ങളുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ശേഷം കോഴിക്കോട് നിന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങണം ഈ ഉസ്താദിന്. അങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ. എന്തായാലും തങ്ങളുടെ വീട്ടിൽ ചെന്ന് അവിടെ നോക്കുമ്പോൾ ആരും ചികിത്സക്കോ ഒന്നിനുമില്ല, ആളും തിരക്കും ഒന്നും കാണുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇയാളെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ബെല്ലടിച്ചു, തങ്ങളുടെ വീടില്ലാതെ. അപ്പോൾ ഈ ഉസ്താദിനെ കണ്ടപാട് തന്നെ തങ്ങൾക്ക് മനസ്സിലായി. അപ്പം വേറെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ എന്തെല്ലാം ഉസ്താദെ, എന്താ വീടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. ഇത് പിന്നെ മൂപ്പരൻ്റെ സുഹൃത്താണ്, അപ്പം മൂപ്പർക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഈ തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളെ, എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ബന്ധപ്പെട്ട്. എന്ത് പ്രശ്നമോ, ഏത് പ്രശ്നമോ, കയറിയിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു. ഞാനിവിടെ കയറിയിരുന്നപ്പം തങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസിലുള്ള തങ്ങളല്ല ഞാനിങ്ങനെ ഈ ഹുക്കേൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിളെല്ലാം കൊണ്ട് കാണിച്ചു തന്നു. എൻ്റെ ഉപ്പാക്കും അതേ ബിസിനസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കൊയിലാണ്ടിയിലെ മുമ്പത്തെ ബാഫക്കി തങ്ങളുണ്ടായിരുന്നു. ബാഫക്കി തങ്ങളെ മക്കളൊക്കെ ഇതേ ബിസിനസ്സായിരുന്നു ചെയ്ത. ലീഗിൻ്റെ ഒക്കെ തലപ്പത്തിലുണ്ടായിരുന്ന ബാഫക്കി തങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾ, അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഇതേ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ മലേഷ്യക്കും ഇവിടത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മുമ്പ് താമസിച്ച അവിടുത്തെ നിന്ന് അവർ പറഞ്ഞു ഇങ്ങക്ക് ഇങ്ങനെ ഇസ്മിൻ്റെ പണിയാ തത്സമാത്താൻ. മൂപ്പര് പറഞ്ഞു, എൻ്റെ ഉപ്പാക്കെല്ലാം കുറേ അറിയായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യലുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്തെന്നാ ഈ വിഷയം ഇങ്ങനെ ഒരു പേര് വെച്ചാൽ അത് കേട്ടപ്പോൾ ഇയാളങ്ങ് ചിരിച്ചു. ഇദ്ദേഹം പറഞ്ഞു, അവിടെ ഇങ്ങനെ ഇയാൾ കുറച്ച് പൈസ ഉണ്ട് അതിനൊരു ടീമിന് കൊടുക്കാൻ, രാമനാട്ടുകര ഭാഗത്തുള്ളൊരു ടീമിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവർക്ക് കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ 4-5 ആൾ കൂടിയിട്ട് കാറും എടുത്തിട്ട് ഒരു രാത്രി ഇയാളെ വീട്ടിലേക്ക് വന്നു. രാത്രി വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിച്ച്. പക്ഷേ തങ്ങളായതുകൊണ്ട് അത് ഇയാൾ ഭയങ്കര ഒച്ചയിലൊന്നും ഇതായിരുന്നില്ല. ഇയാളൊരു അവധി പറഞ്ഞിട്ട് അതിന് ചെക്ക് എഴുതി കൊടുത്ത്. അങ്ങനെ ഇവർ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് പള്ളിയിൽ എന്തോ വലിയ നേർച്ചയോ പരിപാടിയായിട്ടും കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടി തിരിച്ചു വരുന്നുണ്ടായിനത്ര. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഇയാളെ പോരാ. അപ്പോൾ ഇയാൾ ഈ വന്ന ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളെന്തിനും ഇവിടെ വന്ന ഒന്നുമല്ലാത്ത സമയത്ത്? അപ്പോൾ ഇവർ പറഞ്ഞു പോലും ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ വന്നതാണ്. അപ്പോൾ ഇയാൾ തങ്ങളുമാണല്ലോ. അങ്ങനെ നാട്ടുകാർ കൂട്ടി വായിച്ചതാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഒരാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, അതങ്ങ് പെരുപ്പിക്കുക, കഥയാക്കി മാറ്റാൻ നമ്മളെ കഴിച്ചിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ഇബാദത്തുകൾ എടുത്ത് നമുക്കൊന്നും കാര്യമായിട്ടൊന്നുമില്ല, നമ്മളുമായിട്ട് യാതൊരു പരിചയമില്ലാത്തവന് കൊടുക്കുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു ന്യൂസ്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയേൻ്റെ കാലത്ത് ചെറിയൊരു ന്യൂസ് എന്തെങ്കിലും വന്ന ഒരാളെ പറ്റിയിട്ട്, ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നതെന്ന് വെച്ചോ, ഒരു പോക്കറ്റ് അടിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം ഒരു ഉസ്താദ്, അയാൾ കുറച്ചു കാലം ഗൾഫിലൊക്കെ ആയിരുന്നു. അയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇയാളെ ഭാര്യയ്ക്ക് ഇവിടെ വേറെ ചങ്ങായിയായിട്ടൊരു അടുപ്പം.
അത് ഇയാൾ കണ്ടുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഭാര്യയും കൂട്ടക്കാരും എന്ത് ചെയ്തെന്നറിയാം, ഇയാൾ മൂത്ത മോളുണ്ട് 13 വയസ്സുള്ള ഈ കുട്ടീനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് പോലീസിൽ പരാതി എഴുതി കൊടുക്കുക. എന്തേ, ഈ കുട്ടീനെ അയാൾ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഈ ഉസ്താദേ, അയാൾ പെട്ടെന്ന് മരിച്ചു പോയി, ഇവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഈ ഉസ്താദ് ഇങ്ങനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ഈ ഭാര്യേൻ്റെ ആങ്ങളെയും കൂടിയിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് പരാതി കൊടുപ്പിക്കുക. ഇവിടെ പോസ്കോ കേസായി, അയാൾ അറസ്റ്റ് ചെയ്തു, അയാൾ ജയിലിലായി. ഓരോ യൂട്യൂബർമാരും അങ്ങ് എഴുതി ഇയാൾ കുട്ടിക്കാലം തൊട്ടേ ഇയാൾക്ക് പീഡനായിരുന്ന പണി. അപ്പോൾ ഇയാൾ ഉമ്മ പ്രസവിച്ചപ്പോൾ ഉമ്മാനെ പീഡിപ്പിക്കലോട് കൂടിയിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ 2ാം വയസ്സിൽ അങ്ങനെ ഉണ്ടായി, 3ാം വയസ്സിൽ ഇങ്ങനെ ഉണ്ടായി. ഓരോരുത്തർ അത് കേട്ടിട്ട് അങ്ങനെ യൂട്യൂബ് വീഡിയോ അങ്ങ് നിറച്ചു. ലാസ്റ്റ് ഒരു ദിവസം ഈ കുട്ടി എന്നെ കരഞ്ഞു വിളിച്ചും കണ്ട്. അപ്പോൾ ഇയാൾ 10-40 ദിവസം ജയിലിൽ കിടന്നു കേട്ടോ. 40 ദിവസത്തിലധികം ഇയാൾ ജയിലിൽ കിടന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത്, ആ മഹലിൽ കുട്ടി ഈ മഹല് കമ്മിറ്റിക്കാരടുത്ത് കരഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുവാൻ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മയും അമ്മോനും കൂടിയിട്ടേ ഇമാതിരി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പരാതി കൊടുത്തത്, എൻ്റെ ഉപ്പ നിങ്ങളെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ട് കുട്ടി പോയിട്ട് മഹല്ലുകാരടുത്ത് പറഞ്ഞിട്ട് അവരെല്ലാം കൂടി പോലീസിനെ വിളിച്ചുകൊണ്ടുവന്ന് ആ SIക്ക് എന്തെല്ലാം ദയവ് ഇതെല്ലാം തോന്നിയുകൊണ്ട് CIക്ക് അയാൾ ഇതിനനുസരിച്ച് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ജാമ്യം കിട്ടി. പക്ഷേ ഈ പീഡന കേസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അയാളെ ശരിക്കും പോലീസുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ടാകണമെന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അയാൾ അധികകാലം ജീവിച്ചില്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ അന്നേരം അയാൾ ഈ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇവിടെ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ബാക്കിയുള്ളവർ. അയാൾക്ക് അങ്ങനെ പീഡനം ഇങ്ങനെ പീഡനം എന്നും പറഞ്ഞിട്ട്. എന്താ ഇപ്പം ഉണ്ടായേ? ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ചിന്തിക്കും, ആ പറഞ്ഞവർക്കൊന്നും ഒരു നഷ്ടമില്ല, അയാൾക്ക് അല്ലേ നഷ്ടം എന്ന്. പക്ഷെ അയാൾക്ക് ലാഭമാണ്. അയാളൊന്നും ചെയ്യണ്ട. ഏറ്റവും ചുരുങ്ങിയതേ ഇത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അയാൾ 100 ആൾക്കാർ, കാരണം പ്രത്യേകിച്ച് ഒരു വീഡിയോയിലോ അയാളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോൻ്റെ അടിയിൽ നോക്കിയപ്പോഴേ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള ചാനലുകാരൻ അതിനെ പറ്റി വാർത്ത കൊടുത്തത്. എന്തായി, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ അയാളെ പറ്റിയിട്ട് പറഞ്ഞ കുറ്റം തേച്ചും അയാൾക്ക് സൽക്കരമായിട്ട് ഇബാദത്തായിട്ട് മാറും. അയാൾ നേട്ടമുണ്ടാക്കി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തങ്ങളെ കഥ കൊണ്ട് പറഞ്ഞ പോലെ, പിന്നെ ആ നാട്ടിലൊരാൾക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇയാളെപ്പറ്റി ഇല്ലാത്ത കഥകളില്ല. ഒന്ന് ഊഹിച്ചു നോക്കിയാൽ എന്താണ് ഇതുകൊണ്ട് ഇവർ നേടുന്നത്? ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ കുറച്ച് വിവരമുണ്ട് എന്ന് കരുതുന്നേ ഉസ്താദ്മാരും മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഏറ്റവും ചുരുങ്ങിയ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെത്തുന്നവർ, ഇവരൊക്കെയാണ് ഇതിൽ ഭാഗവാക്കാകുന്നത് എന്ന് കരുതുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു നിസ്കരിക്കാതിരിക്കുകയും ദീനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കാരുണ്യത്തിന് അർഹനല്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ സാമീപ്യമോ അള്ളാഹുവിൻ്റെ നോട്ടമോ അവൻ ഏതായാലും ഉണ്ടാവില്ല. അതേ സമയത്ത് ഓനെന്തായാലും പോയി, ഓൻ നരകത്തിൻ്റെ അവകാശിയായി എന്നതുകൊണ്ട് ഇബ്ലീസിനും ഓനെ വേണ്ട, ശൈത്താനും ഓനെ വേണ്ട, മലക്കുകൾക്കും വേണ്ട. പക്ഷേ ഇവർക്ക് 2 കൂട്ടർക്കും വേണ്ടവരാണ് ഈ നിസ്കരിക്കാൻ പോകുന്നവനും പള്ളിയിലുണ്ടാകുന്നവനും ഇബാദത്ത് ചെയ്യുന്നവനും പള്ളീനെ പരിപാലിക്കാൻ നിൽക്കുന്ന കമ്മിറ്റിക്കാരൊക്കെ. സംഭവം ശരിയാ. പക്ഷെ അവരെ അവർക്ക് റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവും, അള്ളാൻ്റെ കാരുണ്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമെങ്കിലും അവരെ പഴപ്പിക്കാനാണ് ഇബ്ലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിനും വേണ്ടത് അവർ തന്നെയാണ്. കാരണം മറ്റവനാർക്കും വേണ്ട, അവൻ എഴുതി തള്ളി. ഇവനെയാണ് ഈ അള്ളാൻ്റെ മലക്കുകൾക്കും വേണ്ടത്, ഇബ്ലീസിനും വേണ്ടത്. അപ്പോൾ ഇബ്ലീസ് ഇവനെ പഴപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവനിക്ക് ഈ ഏഷണി കൂട്ടാനും പരദൂഷണം പറയാനും
ഓൻ ചെയ്ത് ഇബാദത്ത് നശിപ്പിച്ച് പോകുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇബിലീസാണ്. അങ്ങനെ അതങ്ങ് നശിച്ചെന്ന് കാണുമ്പോൾ ഇബിലീസും പറയുവാനോ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമോ, ഓൻ അള്ളാൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനായി. കാരണം ഓൻ ചെയ്യുന്ന ഇബാദത്തുകൾ നേരെ പോകുക ആരെ അക്കൗണ്ടിലേക്ക്, ഇവൻ ആരെക്കൊണ്ടാണോ പറയുന്നത് അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സ്വഭയസ്കരിക്കാതെ വീട്ടിൽ അല്ലെ സ്വഭയ്ക്ക് അതായിട്ട് നിസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങിയോന്, അതുപോലെ തന്നെ പള്ളിയിൽ കൃത്യസമയത്ത് പോകാതെ എപ്പെങ്കിലും വീട്ടിൽ നിന്ന് നിസ്കരിച്ചോന്, ഓന് ഈ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഇവൻ സമ്പന്നനാകുന്നു, മറ്റവനിക്കൊന്നുമില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം എന്താവും എന്ന് വെച്ചാൽ ഇവന് ഈ ഉള്ള ഇബാദത്തെല്ലാം നശിച്ചെന്ന് കാണുമ്പോൾ ഓനോട് ശൈത്താൻ പറയും, ഇനി ബരിയും എനിക്ക് ഇനി അഹാബുള്ള, ഇങ്ങനെ നിൻ്റെ പാട്ടിന് പോയിക്കോ, ഞാൻ അള്ളാനെ പേടിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവൻ പരത്തിയ ഈബത്തുകളും നെമീബത്തുകളും നാടൊട്ടുക്ക് നിറഞ്ഞിട്ടുണ്ടാവും, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. വെറുതെ ഒരു പെണ്ണുങ്ങളെ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പിന്നെ അങ്ങ് തുടങ്ങും ഓളെ പറ്റിയിട്ടാ ചർച്ച. ഓളാടെ വരുത്തുണ്ട്, പോക്കുണ്ട്. അള്ളാൻ്റെ റസൂല് പറഞ്ഞതിൽപ്പെട്ട സബൂൽ മൂപിക്കാത്തുണ്ട് 7 വൻദോഷങ്ങൾ അള്ള പൊറുക്കൂല എന്നാ പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു പെണ്ണിനെ പറ്റിയിട്ട് നമ്മൾ അപവാദം പറയാന്ന് പറയുന്നത്, കദഫ് പറയാന്ന് പറയുന്നത്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇത്ര ലളിതാണ്? നമ്മൾ മനസ്സിലാക്കണോ, നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ ഒരു പെണ്ണ് വ്യഭിചരിച്ചു, അതിനെക്കാട്ടിയും വലിയ കുറ്റാന്ന് ഈ വ്യഭിചാര ആരോപണം എന്ന് പറയുന്നതേ. അതാർക്കും ബോധമില്ല. പ്രത്യേകിച്ച് നമ്മൾ ദീനിയായിട്ട് അയാൾക്ക് വിവരമുണ്ട് എന്ന് പറയുന്നവർക്കാണ് വിവരമില്ലായ്മ കാണിക്കുന്നത് ഓരോ മഹലിലൊക്കെ. അതേസമയം ചില ആളുകൾ, അയാൾ മതപരമായിട്ടുള്ള ഉയർന്ന സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമുദായത്തിൽ. അവർ ശരിക്കും വ്യഭിചരിച്ചു, അല്ലെങ്കിൽ എന്നെ കയറി ബലാത്സംഗം ചെയ്തു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ശരിക്കും രേഖാമൂലം പരാതി കൊടുത്താൽ അയാളെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കും. അവർ നല്ല മനുഷ്യന്മാർ, അവർ ദീനിൻ്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരായതുകൊണ്ട് ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് പറയുന്നത് നമ്മൾ വിശ്വസിക്കൂല, അത് ശരിയല്ല എന്ന് പറയും. ശരിക്കും ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം ഒരു പെണ്ണിൻ്റെ മൊഴി മതി അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസിന് കേസെടുക്കാൻ. പക്ഷെ നമ്മളെ സമുദായത്തിലുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അതുപോലെ തന്നെ വലിയ വലിയ കുറേ സംഘടനകളുണ്ടല്ലോ ഇവിടെ. അപ്പം ഇതിൻ്റെയൊക്കെ തലപ്പത്തൊക്കെ കയറി നിൽക്കുന്നവർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയായ പേരിൽ കേസ് വന്നാൽ പോലും അത് മറച്ചു വെക്കാനും അയാളെ ന്യായീകരിക്കാനും ഒരു ഭാഗത്ത് കമ്മിറ്റിക്കാർ. മറിച്ച് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണ് ഓളെ ഭർത്താവ് ഗൾഫിലാന്ന്, അല്ലെങ്കിൽ ഓളെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, ആരും നോക്കാനും പറയാനും ഇല്ല, അങ്ങനത്തെ ഒരുത്തിയുണ്ടെങ്കിൽ ഓളെ പറ്റിയിട്ട് കദഫ് പറയാനും എത്ര ആവേശമാണ്. എമ്മാതിരി കമ്മിറ്റിക്കാർ, മഹല്ലുകാർ, അല്ലെങ്കിൽ ദീനുമായിട്ട് ബന്ധമുള്ളവർ എന്ന് പറയുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് തലത്തിൽ വലിയ വിലയൊന്നുമില്ല. പണ്ടൊക്കെ എല്ലാവരും പറയലുണ്ടായിരുന്നു, ആ മഹല്ലിനെ ഒന്ന് നമ്മൾ ഇതായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാഹ് നടക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പം നമ്മൾ നിക്കാഹ് നടത്തിയാൽ മാത്രം പോരാ, നമ്മൾ ഇവിടെ പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. ഈ ഒരവസ്ഥയിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മസ്ലഹത്തിനാണ് കൂടുതൽ ശ്രമിക്കേണ്ടതും. അതിനാണ് ഖൈറ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ ഖൈറ ഫി കസീരി മിൻ നജ്വാഹും, അവരുടെ സംസാരത്തിൽ ഒരുപാടെണ്ണത്തിന് ഒരു ഗുണവുമില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇല്ലാമൻ അമറ വിസർക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് നീണ്ടു പോകാൻ. ദാനധർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നവനെ, ജനങ്ങളിടയിൽ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരുടെയൊക്കെ സംസാരമല്ലാതെ ഈ ജനങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ എണ്ണത്തിനും യാതൊരു ഗുണവുമില്ല. പിന്നെ വെറുതെ ചിലരിങ്ങനെ കൂട്ടം കൂടി ഇരുന്നിട്ട് ഈ പരദൂഷണം പറഞ്ഞ് ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റി അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്ന ആളുകളുണ്ട്.
അവനാണ് നാശം എന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കൂട്ടം കൂടിയിരുന്നിട്ട് വേറൊരാളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പരദൂഷണം പറയുമ്പോൾ ഒരാൾ അങ്ങനെ പറയുന്ന ഒരുത്തനോട് നമ്മൾ ചോദിക്കുക, അല്ലടാ നീക്കെന്തെങ്കിലും അയാളെ പറ്റി അറിയോ, നീ എന്താ ഇങ്ങനെ പറയുന്നു? എനിക്കൊന്നും അറിയില്ല, ഞാനെന്തിനാ നോക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഒരു സുഖം, ഞാനെൻ്റെ മനസ്സമാധാനം നോക്കിയാൽ പോരെ എന്ന് വരെ ന്യായീകരിക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ദുനിയാവ് നമുക്കറിയാലോ, നമുക്കൊരിക്കലും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈബത്ത് പറഞ്ഞവനോടും നമീമത്ത് പറഞ്ഞവനോടൊന്നും പൊരുത്തപ്പെടിപ്പിക്കാനൊന്നും നമുക്ക് പ്രത്യേകിച്ച് അവസരമൊന്നുമില്ല. പക്ഷെ ചില ബുദ്ധിമാന്മാരുണ്ട്, അവരെന്ത് ചെയ്യുമെന്നറിയോ, ഹജ്ജിനോ ഉംറക്കാറ്റം പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണേ എന്ന് പറയും. ഈ പൊരുത്തപ്പെട്ടേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മളോട് ഒരാൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് അത് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തുനിന്ന് നിങ്ങളോടെല്ലാം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണേ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞാലേ നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല, ഏടിയില്ല. പക്ഷെ നമ്മളെ വിശാല മനസ്കത കൊണ്ട് നമ്മളത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? അയുഹിബു അഹദുക്കും അൻ തഅക്കുല ലഹ്മ അഖീഹി മൈത്ത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ മൃതശരീരത്തിൽ നിന്ന് ഇറച്ചി മുറിച്ചെടുത്ത് തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫകരിഹിത്തുമൂഹു, നിങ്ങളതിനെ വെറുക്കുകയല്ലേ ചെയ്യുക എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് വെറുതെ ആവശ്യമില്ലാതെ, ഒരു ആവശ്യമില്ലാതെ, അതും പ്രത്യേകിച്ച് പള്ളിയുടെ വരാന്തയിലും മറ്റും ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ച നടത്തുന്ന കാര്യം കാണുമ്പോൾ ശരിക്കും എന്താ പറയുക? നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവും, ഒന്ന് ചോദിച്ച് നോക്കേ. അല്ല, ഞാൻ പൊതുവെയുള്ള അവസ്ഥ പറയാം. നമ്മുടെ സമുദായം പള്ളീൻ്റെ വരാന്ത അതിനായിട്ടാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് പലരും, വെറുതെ മറ്റുള്ളവനെ പഴിക്കാനും. നമ്മളെ നാട്ടിൽ ഒരാൾ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിച്ചു എന്നൊക്കെ ഇരിക്കട്ടെ, അതവൻ്റെ പേഴ്സണൽ കാര്യം. നാളെ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ നമ്മൾ അവനെ പറ്റി പറഞ്ഞ ഈബത്ത്, ആ നമീമത്ത്, അല്ലെങ്കിൽ അവനെ പറ്റിയിട്ട് നമ്മൾ പരിഹസിച്ച് ചിരിച്ചത്, അതെവിടെ പൊരുത്തപ്പെടിപ്പിക്കാൻ എന്താണ് നമ്മളെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് നമ്മളാരും ചിന്തിക്കാറുണ്ടോ? ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. സംഭവം നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ ശിക്ഷ ഗൗരവമേറിയതാ, ഗുരുതരാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദ് പ്രസംഗിക്കും വെള്ളിയാഴ്ച, എന്താ പറയുക, ഇങ്ങനെ നസീഹത്തുകൾ നൽകും. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് പോരും. ഈ പ്രസംഗം കേട്ടാൽ നമുക്കുള്ള ചിന്താഗതി എന്താ? നല്ല ഉസ്താദാ കേട്ടോ, എന്താ അയാളെ പ്രസംഗം. പക്ഷെ ആ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഉസ്താദിൻ്റെ വാക്ക് പ്രാസൊപ്പിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ വാചകത്തിൻ്റെ ഘടന, എന്താ ശാസ്ത്രം എന്നൊക്കെ അഭിപ്രായം പറയും. അതിനായിട്ട് കുറച്ച് ഉസ്താദുമാരും ഉണ്ട്, ഈ പ്രാസം ഉറപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിട്ട്. പക്ഷെ ഇവരെ ദീനി അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടാൽ ഫദക്കിർ ഫൈന ദിക്റ തംഫഉൽ മുഅ്മിനീൻ, നീ ഉപദേശിക്കണം. നിശ്ചയം ഈ ഉപദേശം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന, നമുക്കാർക്കെങ്കിലും അടുത്ത കാലത്ത് ഏതെങ്കിലും ഉസ്താദുമാരുടെ പ്രഭാഷണം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ തോന്നിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാണ്ട് ഉസ്താദ് വെച്ച കണ്ണട, ഉസ്താദിൻ്റെ താടി, ഉസ്താദിൻ്റെ സൗന്ദര്യം, ഇതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഉസ്താദിൻ്റെ ഭാഷാ ശൈലി, ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഭയങ്കര പ്രസംഗം. ചിലയിടത്തേക്ക് ഓരോ ഉസ്താദന്മാരെല്ലാം കൊണ്ടുവരാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പരസ്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരമുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ബസറയിലെ ഷബാനത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്.
അവർ വലിയൊരു ഭയങ്കര ഇക്കാലത്ത് നമ്മൾ എന്താ പറയുക സണ്ണി ലിയോൾ എന്നൊക്കെ പറയലുണ്ടല്ലോ, ഭയങ്കര സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞ മാതിരിക്കുള്ള വലിയൊരു എല്ലാവർക്കും വേണ്ടപ്പെട്ട അസാധ്യ ഗ്ലാമറുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായി. ആ സമയത്തുള്ള എൻ്റെ ഓർമ്മ ശരിയാണ്, ഹസൻ ബസരിയാണെന്ന് തോന്നുന്നു. ഇനി അതല്ല വേറെ ആരാണെങ്കിൽ തിരുത്തണം കമൻറ്റിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവൾ കേൾക്കുകയാണ്. ഇവളിങ്ങനെ ഭയങ്കര ഗാനമേള നടത്തുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയത്തേക്ക് പാട്ട് നിർത്തിയ സമയത്താണ് ഈ ഹസൻ ബസരിയുടെ പ്രസംഗം ഇവൾ കേൾക്കാൻ ഇടവരുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നത് ഇന്ന ലദൈന അങ്കാലം വ ജഹീമ വ ത്വആമൻ ദാവുസത്തിൻ വ അദാബൻ അലീമ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതിയിട്ട് ഈ സൂഫി വര്യൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളും ഈ പ്രസംഗം കേട്ടു. എന്താ പറയുന്നത്? എൻ്റെ അടുക്കൽ ചില ചങ്ങലകളും കൊളുത്തുകളുമുണ്ട്, കഠിനമായ ചലത്തോടു കൂടിയ നരകത്തിലെ ഭക്ഷണവുമുണ്ട്, ഇതിങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ള ആ പ്രസംഗം കുറച്ച് നേരം കേട്ടപ്പോൾ ഇവള് തൻ്റെ അനുയായികളോട് പറഞ്ഞു, നമുക്ക് ആ പ്രസംഗം ഒന്ന് പോയിട്ട് കുറച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചത് ആ പ്രസംഗം മുടക്കിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് സീൻ ഉണ്ടാക്കിയിട്ട് അതൊന്ന് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവരും കൂടെ പോയി. ഇവളാ പ്രസംഗം നിന്ന് കേട്ടു കുറേ സമയം. കേട്ട സമയത്ത് പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് ചെന്ന് വീഴുകയാണ്. വീണിട്ട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ജീവിതം ഇത്രയും പാഴായിപ്പോയി, എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് ഇതിൻ്റെ ഗൗരവാവസ്ഥ എനിക്ക് പിടികിട്ടിയത്, എനിക്ക് നന്നാകാനുള്ള വഴി പറഞ്ഞു തരണം എന്നും പറഞ്ഞ് അവളുടെ ജീവിതം അടക്കി മാറ്റി അവൾ വലിയ സൂഫിയത്തായിത്തീർന്നു. ശബാനത്തുൽ ബസരിയ എന്ന് പറയുന്ന വലിയ നഫീസത്തുൽ മിസിയയിലെ പോലെ ഉയർന്ന സ്ഥാനത്തുള്ള ദർജയിലെത്തിയ ഒരു മഹദിയായി തീർന്നു എന്നാണ് കഥ. നമുക്കൊന്നും മഹദിയും മഹാന്മാരൊന്നും ആകണ്ട. ആരെങ്കിലും പ്രസംഗം കേട്ടിട്ടേ നമുക്ക് ഈ സുബഹിക്ക് കടന്നുറങ്ങുന്ന സമയത്ത് അന്നേരം ഒന്ന് എണീച്ചിട്ട് അത് കഥ ആകാതെ നിസ്കരിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.